മോദിക്കും അമിത്ഷായ്ക്കും സംസ്ഥാനങ്ങളിൽ ഭരണം പിടിക്കണം, അതിനവരവരുടേതായ വഴികൾ നോക്കും. പക്ഷേ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ കാവൽക്കാരാ. തെരഞ്ഞെടുപ്പാണല്ലോ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു അടിസ്ഥാന ഘടകം. അത് നീതിപൂർവ്വം നടത്താൻ ബാധ്യസ്ഥമായ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ. ആ കമ്മീഷൻ എങ്ങനെ ഒരു പാർട്ടിയുടെ ബി ടീമായിട്ട് മാറാൻ കഴിയും? അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇങ്ങനെ നഗ്നമായിട്ട് ചട്ടങ്ങൾ, നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ കൃത്രിമങ്ങൾ നടത്താൻ സാധിക്കും? നമ്മളെ അമ്പരിപ്പിക്കുന്ന അതാ. നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കേരള കേഡറിൽ നിന്നുള്ള IAS ഉദ്യോഗസ്ഥനാണ്. സത്യത്തിൽ ഈ നടക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുകയാണ്. ഇവരെയൊക്കെ എങ്ങനെയായിരിക്കും ഭാവി അടയാളപ്പെടുത്തുക? ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് കൊള്ളക്കാർ എന്നായിരിക്കുമോ? രാഹുൽ ഗാന്ധി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ജൻസികള്, ചെറുപ്പക്കാര്, പുതിയ തലമുറ, അവരാണ് ഇത് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജനാധിപത്യം എങ്ങനെയാണ് ഇല്ലാതാക്കുന്നതെന്ന്, അതിനെ തകർക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇവരാ. നമ്മുടെ ഭാവി തലമുറയാണ്, നമ്മുടെ ചെറുപ്പക്കാരാണ്. അവർ ഉണരണമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അവരുണരുമോ? അവര് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അപസ്വലോചിതമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി തീർത്തും ഇരുളടഞ്ഞതായിരിക്കും.